ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് കോളജനെ കുറിച്ചിട്ടാണ്. കോളജൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് കോളജൻ. അപ്പോൾ കോളജൻ നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേസ് യോഗയുടെ പാർട്ടായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോളജൻ എന്ന് പറയുമ്പോൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കവചമാണ്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്യൂട്ടി രംഗത്തായാലും കോളജനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു കാര്യവുമാണ്. ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ സ്കിന്നിലെ കോളജൻ്റെ പ്രൊഡക്ഷൻ കുറയാനും അത് കാരണമായിട്ട് സ്കിന്നിൽ റിങ്കിൾസ് ഉണ്ടാവാനും ഇലാസ്റ്റിസിറ്റി കുറയാനും ഫൈൻ ലൈൻസ് ഉണ്ടാവാനും ഒക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ അതിനെല്ലാം സൊല്യൂഷനായിട്ട് ഇപ്പോൾ കോളജൻ പൗഡേഴ്സ് ലഭ്യമാണ് മാർക്കറ്റുകളിലെല്ലാം തന്നെ. എന്നാൽ അതിലേതൊക്കെയാണ് സെക്യൂറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊന്നും അറിയില്ല. സോ ഫുഡിൽ കൂടെ തന്നെ നമുക്ക് കോളജൻ ലഭ്യമാവുന്നതായിരിക്കും കൂടുതൽ സേഫായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ മെയിൻലി കോളജൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്നാൽ മെയിനായിട്ട് കോളജൻ റിച്ച് ആയിട്ട് വരുന്ന ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് എന്നുള്ളതിലേക്ക് പോവാം. ചിക്കനിൽ, അതുപോലെ തന്നെ ചില ഫാറ്റി ഫിഷസിൽ കോളജൻ്റെ അംശം ശരിക്കുമുണ്ട്. ഫോർ എക്സാമ്പിൾ സാൽമൺ പോലത്തെ നമ്മുടെ അയില, മത്തി, ഈ വക ഫിഷസിലെല്ലാം തന്നെ കോളജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗ് വൈറ്റ്സിൽ, മുട്ടയുടെ വെള്ളയിൽ കോളജൻ അടങ്ങിയിരിക്കുന്നു. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, അതുപോലെ തന്നെ ബെറീസ്, നെല്ലിക്ക, പേരയ്ക്ക, ഇതൊക്കെ കഴിക്കുന്നതും കോളജൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കോളജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബെറീസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അവക്കാഡോ, ഇതിലെല്ലാം തന്നെ കോളജൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ പെപ്പർ, ടൊമാറ്റോ, അതുപോലെ ബീൻസ്, ഇതിലെല്ലാം കോളജൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കോളജൻ പ്രൊഡക്ഷൻ കൂടാതെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിന് ലഭ്യമാവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് യോഗയിൽ തന്നെ വരുന്ന 2 ഫേസ് ടാപ്പിംഗ് എക്സസൈസുകളെ കുറിച്ചിട്ടാണ്. ഈ ഫേസ് ടാപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കോളജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയും ഫേസിന് നല്ലൊരു യൂത്ത്ഫുൾ എഫക്റ്റ് തരാനുമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഫേസ് യോഗയിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ നമ്മൾ 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എപ്പോഴും ഈ ഒരു ഫേസ് യോഗ അഥവാ ഈ ഫേസ് ടാപ്പിംഗ് എക്സസൈസ് ചെയ്യുമ്പോൾ ഫേസിൽ മോയ്സ്ചറൈസേഴ്സോ ഓയിലോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ ഈ ഒരു ഫേസ് യോഗ അഥവാ ഫേസ് ടാപ്പിംഗ് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് വേണം ചെയ്യാൻ. വളരെ ലൈറ്റായിട്ട് മാത്രം പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലൈറ്റ് ടു മീഡിയം പ്രഷർ കൊടുത്തിട്ട് നിരവധി മെത്തേഡ്സ് ഉണ്ട് ഫേസ് ടാപ്പിങ്ങിന്. അതിൽ ഇത് ഒരു മെത്തേഡാണ്. ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ലൈറ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. താഴേന്ന് മുകളിലേക്ക് വേണം ചെയ്യാനായിട്ട്. അപ്വേർഡ് മോഷനിൽ വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു പ്രഷറാണ് ഇത് സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണ് വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതും വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് മെത്തേഡ് ഫേസിൽ ഇങ്ങനെ ലൈറ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വളരെ ലൈറ്റായിട്ട്, അതും താഴേന്ന് മുകളിലേക്ക് വേണം. അപ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് പ്രഷർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ സർഫസിലേക്ക് ന്യൂട്രിയൻസിൻ്റെ എല്ലാം ഫ്ലോ വളരെ വേഗം ഉണ്ടാകുകയും അങ്ങനെ റിപ്പയറിങ് നടക്കുകയും കോളജൻ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ളൊരു ഫേഷ്യലിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കോളജൻ പ്രൊഡക്ഷൻ കൂടാനും ഇങ്ങനത്തെ ന്യൂട്രിയൻസിൻ്റെ സപ്ലൈ സ്കിന്നിലേക്ക് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് സ്കിൻ നന്നായിട്ട് ഫെയം ആവാനും അതുപോലെ തന്നെ യൂത്ത്ഫുൾ എഫക്റ്റ് ലഭിക്കാനും കാരണമാകും. അങ്ങനെ മൊത്തത്തിലുള്ളൊരു റിപ്പയറിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും എങ്ങനെയാണോ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ കയറി നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫേസിൻ്റെ സാഗിങ് കുറയ്ക്കാനും മസിൽസിൻ്റെ ഒക്കെ ടൈറ്റനിങ് എഫക്റ്റ് കൂടാനും കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ കോളജൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും, അതുപോലെ തന്നെ സാഗിങ് പ്രിവെൻ്റ് ആവും, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫേസ് ടാപ്പിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ഫേസ് യോഗയുടെ തന്നെ ഒരു പാർട്ടായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.